നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആലൂർ കരുണപ്രയിൽ നിന്നും MDMA പിടികൂടി. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും തൃത്താല പോലീസും നടത്തിയ പരിശോധനയിലാണ് 77.16 ഗ്രാം MDMA പിടികൂടിയത്. കാറിൽ കടത്തിക്കൊണ്ടുവന്ന MDMAയുമായി പട്ടിത്തറ ആലൂർ സ്വദേശി മുഹമ്മദ് അലി, സനൽ എന്നിവരാണ് പിടിയിലായത്. മയക്കുമരുന്ന് കടത്താനുപയോഗിച്ച കാർ പോലീസ് പിടിച്ചെടുത്തു. തൃത്താല, ആലൂർ, കൂറ്റനാട്, പടിഞ്ഞാറങ്ങാടി, പരുതൂർ മേഖലയിലെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ പ്രധാന കണ്ണികളായ ഇവർ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതികൾ ഉൾപ്പെട്ട മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DYSP മുരളീധരൻ, നാർക്കോട്ടിക് സെൽ DYSP MT ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ A പ്രതാപിന്റെ നേതൃത്വത്തിലുള്ള തൃത്താല പോലീസും പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. പട്ടാമ്പി SHO അൻഷാദ്, തൃത്താല SI ജെഫിൻ രാജു, SI ഹംസ, സീനിയർ CPOമാരായ സുജീഷ്, ശ്രീരാജ്, ഹർഷാദ്, CPO മുനീർ, ഡാൻസ് ഓഫ് അംഗങ്ങളായ കമൽ, ഷൻഫീർ, സന്ദീപ്, സുഭാഷ്, സജിത്ത്, ASI അനിൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നാഗലശ്ശേരിയിൽ പേവിഷബാധയേറ്റ പശു ചത്തു. ക്ഷീരകർഷകനായ നാഗലശ്ശേരിയിലെ ശ്രീനിവാസന്റെ വീട്ടിലെ പശുവാണ് ചത്തത്. ശനിയാഴ്ച രാവിലെ അക്രമ സ്വഭാവം കാണിച്ച് പശു തൊഴുത്തിൽ നിന്ന് കയർ പൊട്ടിച്ച് ഓടുകയായിരുന്നു. പരിഭ്രാന്തരായ വീട്ടുകാരും അയൽവാസികളും പശുവിനെ പിന്തുടർന്നെങ്കിലും അക്രമ സ്വഭാവം കാണിക്കുന്ന പശുവിനെ പിന്തുടരാനായില്ല. പരിഭ്രാന്തി കാട്ടിയ പശു പിന്നീട് പാടത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. പശുവിനെ പിന്നീട് കുളത്തിൽ വീണ് ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസന്റെ വീട്ടിലെ മറ്റൊരു പശുവിനും പെയ്യിളകി ചത്തിരുന്നു. ക്ഷീരകർഷകനായ ഇയാൾക്ക് 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. തെരുവുനായയുടെ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്തുള്ള ക്ഷീരകർഷകരെല്ലാം വലിയ ഭീതിയിലാണെന്ന് പഞ്ചായത്തംഗം TV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. തെരുവുനായ്ക്കൾ ഏതു സമയത്തും കന്നുകാലികളെ ആക്രമിക്കാനുള്ള സാധ്യത നിലവിലുണ്ടെന്നും ക്ഷീരകർഷകർക്ക് കന്നുകാലി വളർത്തലുമായി മുന്നോട്ടു പോകാനാവാത്ത സ്ഥിതിയാണുള്ളതെന്നും പ്രദേശവാസിയും കർഷകനുമായ ഉണ്ണിക്കുട്ടനും പറഞ്ഞു. കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കുളത്തിൽ വീണ പശുവിനെ നാട്ടുകാരും കർഷകരും ചേർന്ന് പുറത്തെടുത്തു. നാഗലശ്ശേരി വെറ്റിനറി ഡോക്ടർ S പ്രമോദ് സ്ഥലത്തെത്തി. വിഷബാധ ഏറ്റിട്ടുണ്ടെന്ന സംശയമുള്ള കന്നുകാലികൾക്കെല്ലാം പ്രതിരോധ വാക്സിൻ നൽകിയിട്ടുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. സംശയം തോന്നുന്ന കന്നുകാലികൾക്കും മറ്റ് വളർത്തുമൃഗങ്ങൾക്കും സൗജന്യമായി പ്രതിരോധ വാക്സിൻ നൽകുന്നതാണെന്നും ഡോക്ടർ അറിയിച്ചു. കന്നുകാലികൾക്കും ഓമനമൃഗങ്ങളായി വളർത്തുന്ന മറ്റു ജന്തുക്കൾക്കും പ്രതിരോധ വാക്സിൻ നിർബന്ധമാക്കണമെന്നും നാഗലശ്ശേരി മൃഗാശുപത്രിയിൽ ആവശ്യമായ സൗകര്യങ്ങളുണ്ടെന്നും ഡോക്ടർ പ്രമോദ് പറഞ്ഞു. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ആനത്താവളത്തിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമം അർപ്പിച്ചു. ഗജപൂജയ്ക്ക് ശേഷം രാവിലെ 7 മണിയോടെ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഗജഘോഷയാത്ര ആരംഭിച്ചത്. കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരന്നു. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ 5 ആനകൾ പങ്കെടുത്ത ഘോഷയാത്ര റെയിൽവേ മേൽപ്പാലം വഴി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി വണങ്ങി. ഗുരുവായൂർ ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്ത് തെക്കേനടയിലെ കേശവ പ്രതിമയ്ക്ക് മുന്നിലെത്തി. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി തുമ്പിക്കൈ ഉയർത്തി വണങ്ങി. മറ്റാനകളും പ്രണാമമർപ്പിച്ചു.
ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ കേശവപ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും പുഷ്പാർച്ചന നടത്തി. ഗുരുവായൂർ ACP സി. പ്രേമാനന്ദകൃഷ്ണൻ, ടെമ്പിൾ പോലീസ് SHO ജി. അജയ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ഇഹലോകവാസം വെടിഞ്ഞത്. ഇതിന്റെ സ്മരണയ്ക്കായാണ് വർഷം തോറും ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ചടങ്ങ് നടത്തുന്നത്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് ശ്രുതി മധുര തേന്മഴയായി പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. 68 കലാകാരന്മാർ ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞു പാടിയതോടെ ആസ്വാദകരും ആലാപനത്തിൽ അലിഞ്ഞു ചേർന്നു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ദശമി ദിനമായ ഞായറാഴ്ച രാവിലെ 9ഓടെയാണ് ചെമ്പൈ സംഗീതോത്സവ വേദിയായ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങിയത്. ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്നം എന്നറിയപ്പെടുന്ന 5 കീർത്തനങ്ങൾ സംഗീതോത്സവ മണ്ഡപത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന സംഗീത കുലപതികൾ ഒന്നിച്ചാലപിച്ചപ്പോൾ അതൊരു സംഗീതസാഗരമായി മാറി. നാട്ടരാഗത്തിലുള്ള ജഗദാനന്ദകാരക, ഗൗളരാഗത്തിൽ ദുഡുഗുഗല, ആരഭിരാഗത്തിൽ സാദീജ്ഞനെ, വരാളിരാഗത്തിൽ കനകരുചിര, ശ്രീരാഗത്തിൽ എന്ദരോ മഹാനുഭാവലു എന്നീ കീർത്തനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആലപിച്ചപ്പോൾ സദസ്സും ഏറ്റുപാടി. ഒരു മണിക്കൂർ ക്ഷേത്രനഗരി പഞ്ചരത്ന പേമാരിയിൽ ലയിച്ചു ചേർന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യരായ TV ഗോപാലകൃഷ്ണൻ, മണ്ണൂർ MP രാജകുമാരൻ ഉണ്ണി, പ്രശസ്ത സംഗീതജ്ഞരായ ഡോക്ടർ ഗുരുവായൂർ മണികണ്ഠൻ, മാതങ്കി സത്യമൂർത്തി എന്നിങ്ങനെ 34 പേർ വായ്പാട്ടിൽ മുൻനിരയിൽ അണിനിരന്നു. വൈക്കം PS വേണുഗോപാൽ, N ഹരി, കുഴൽമന്നം G രാമകൃഷ്ണൻ എന്നിങ്ങനെ 12 പേർ മൃദംഗത്തിലും, പ്രൊഫസർ S ഈശ്വരവർമ്മ, ചെമ്പൈ വെങ്കിട്ടരാമൻ എന്നിങ്ങനെ 11 പേർ വയലിനിലും, തിരുവനന്തപുരം R രാജേഷിന്റെ നേതൃത്വത്തിൽ 4 പേർ ഘടത്തിലും, ജ്യോതിദാസ് ഗുരുവായൂർ, ഇരിങ്ങാലക്കുട നന്ദകുമാർ എന്നിവർ ഇടക്കയിലും, ഡോക്ടർ P പത്മേഷ് പുല്ലാങ്കുഴലിലുമായി പക്കമേളം ഒരുക്കി. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രി ചെമ്പൈയുടെ ഇഷ്ടകീർത്തനങ്ങൾ 100ഓളം കലാകാരന്മാർ ഒന്നിച്ചിരുന്നു പാടുന്നതോടെ 15 ദിവസം നീണ്ടുനിന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശീല വീഴും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോമുകൾ നൽകാൻ ഡിസംബർ 11 വരെ സമയമുണ്ട്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-നും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-നുമാണ് പ്രസിദ്ധീകരിക്കുക. കേരളമടക്കം 12 ഇടങ്ങളിലാണ് സമയപരിധി നീട്ടിയത്. ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, UP, പശ്ചിമബംഗാൾ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്നിവിടങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കാണ് നിലവിൽ പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 12 ദിവസത്തോളം നീട്ടിക്കിട്ടിയതോടെ BLOമാർക്ക് കൂടുതൽ ആശ്വാസമായി. ഫോമുകൾ ശേഖരിക്കുന്നതിന് പുറമെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടി വരികയായിരുന്നു BLOമാർ. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചാലിശ്ശേരി മുലയംപറമ്പ് ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്ക് പ്രൗഢഗംഭീരമായി.
മുഴുവൻ വിളക്കിനോടനുബന്ധിച്ചുള്ള കാലിടൽ ചടങ്ങ് വെള്ളിയാഴ്ച രാത്രി നടന്നു. തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് 3:30 നടന്ന പഴപ്പുറപ്പാട് ചടങ്ങോടെ വിളക്കിന് തുടക്കമായി. വൈകിട്ട് 5 താലം എഴുന്നള്ളിപ്പിന്റെ അകമ്പടിയോടെ കുവേശ്വര ശിവക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് മുലയംപറമ്പ് ക്ഷേത്രാങ്കണത്തിലെ വിളക്ക് പറമ്പിലെത്തി. പഞ്ചവാദ്യം, ആന എന്നിവ അകമ്പടിയേകി. രാത്രി 11 പന്തൽപ്പാട്ട്, പുലർച്ചെ 1:30 ജനനം, തുടർന്ന് തിരിയൊഴിച്ചിൽ, പാൽക്കിണ്ടി, വെട്ടുംതട എന്നിവയ്ക്ക് ശേഷം ഗുരുതി തർപ്പണത്തോടെ ചടങ്ങിന് സമാപനമായി. വിളക്കിനോടനുബന്ധിച്ച് ഭജനയും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്ത് 29ാമത് മുഴുവൻ വിളക്കിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ടിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ അകമല രഞ്ജിസ്വാമിയുടെ നേതൃത്വത്തിൽ അന്നദാന പന്തലിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് അന്നദാനം ആരംഭിച്ചത്. 3 ജില്ലകളിൽ നിന്നായി ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് അന്നദാനത്തിൽ പങ്കെടുത്തത്. 5 മണിക്കൂർ എടുത്താണ് ഉച്ചയ്ക്കുള്ള അന്നദാനം പൂർത്തിയാക്കിയത്. പാചക വിദഗ്ധൻ കവുക്കോട് കുന്നത്തെ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. 10,000-ലധികം ഭക്തർക്കുള്ള വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടൻ ആലിക്കര, സെക്രട്ടറി കെ ഭാസ്കരൻ, ട്രഷറർ അമൃത ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 25-അംഗ കമ്മിറ്റി നേതൃത്വം നൽകി. അതില് മെയിനായിട്ട് കുട്ടേട്ടൻ എന്ന് പറയും. അതിന് നമ്മുടെ കയ്യാള്, നമ്മുടെ കാർന്നൽ തന്നെയാണ്. പിന്നെ ശിവേട്ടൻ, മുരളിയേട്ടൻ, പിന്നെ ദിനേശൻ, പിന്നെ മോഹനൻ, പിന്നെ സുന്ദരൻ, അങ്ങനെയൊക്കെയാണ് അത്ര ആൾക്കാര്. അതിൽ കൃത്യം 10:30 നമ്മൾ ഭക്ഷണം കൊടുത്തു തുടങ്ങി. പിന്നെ ബൊഫേ പരിപാടി അപ്പം തന്നെ തുടങ്ങി. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ മാളികപ്പുറം അയ്യപ്പന്മാർക്ക് വേറെ സെപ്പറേറ്റ് ലൈൻ കൊടുക്കും. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.